ഗൾഫിൽ സൗദി അറേബ്യയെ മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ വീട്ടുവേലക്കാരികളുള്ളത് കുവൈത്തിലാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ വീട്ടുവേലക്കാരികളും ഇവരിൽ ഉൾപ്പെടും. ഈ വിഭാഗത്തിൻ്റെ ക്ഷേമം ഉറപ്പാക്കാൻ ഉഭയകക്ഷി തലത്തിൽ പല കരാറുകളും രൂപപ്പെട്ടിരുന്നു. എന്നാൽ പ്രായോഗികമായി ഈ വിഭാഗം കടുത്ത ദുരിതം തന്നെയാണ് താണ്ടുന്നത്. അതിൻ്റെ നൊമ്പര കാഴ്ചകളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമാണ്. പക്ഷേ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗാർഹിക ജീവനക്കാരുടെ സങ്കട സമസ്യകളും മാറ്റമില്ലാതെ തുടരുകയാണ്. കുടിയേറ്റ നിയമങ്ങളും റിക്രൂട്ട്മെന്റ് വ്യവസ്ഥകളും പലതവണ പരിഷ്കരിക്കപ്പെട്ടു. എന്നാൽ ഗൾഫ് നാടുകളിൽ വീട്ടുജോലിക്കെത്തുന്ന സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഇനിയും ഉണ്ടായിട്ടില്ല. പോയ വാരം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീഡിയോയുണ്ട്. വീട്ടുവേലക്കാരികളുടെ ദുരിതപർവം ഒരിക്കൽ കൂടി പുറത്തു കൊണ്ടുവന്നു ആ നൊമ്പര കാഴ്ചകൾ. ഗാർഹിക വിസയിലെത്തിയ 2 മലയാളി വനിതകൾ കുവൈത്തിലെ തൊഴിലിടത്തിൽ നിന്ന് തങ്ങളകപ്പെട്ട ദുരിതം വിവരിക്കുകയായിരുന്നു ആ വീഡിയോയിലൂടെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഇപ്പോഴുമുണ്ട്. കടൽ കടക്കാൻ പെൺജീവിതങ്ങൾ പ്രേരിപ്പിക്കപ്പെടുന്ന സാഹചര്യം നിഷേധിക്കാനാവില്ല. നാട്ടിലെ പ്രാരാബ്ദം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. 2.5 വർഷം നിന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും അതിപ്പോൾ വന്ന് 6 മാസമായി. 6 മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രശ്നം ഉണ്ടായത്. 2-3 വട്ടം അടിച്ചു. ഞങ്ങൾ എന്നാലും പിടിച്ച് നാട്ടിലെ പ്രാരാബ്ദത്തോട്ട് പിടിച്ചു നിന്നു. അറബിയുടെ വീട്ടുജോലി ചെയ്തെങ്കിലും കുടുംബം പുലർത്താമെന്ന ചിന്തയിലാണ് പലരും വന്നെത്തുന്നത്. വിസ ഏജന്റിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ഗൾഫിൽ ഗദ്ദാമയുടെ കുപ്പായം അണിയേണ്ടി വരുന്നവർ അവർ തന്നെയാണ് നല്ലൊരു ശതമാനവും. ആഹാരം കൂടി ഇല്ലാതെ 3-4 ദിവസത്തെ ചോറൊക്കെ വെച്ചൂറ്റി ചൂടാക്കിയ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ചിക്കനൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ വേവിച്ചിട്ട് ചുമ്മാ ഊറ്റി അവിടെ വെക്കും. പട്ടിക്കൊക്കെ കൊടുക്കുന്ന പോലെ. പിന്നെ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു. ചതിയിൽപ്പെടുന്നവർ നിസ്സഹായരായി മാറുന്നു. കുവൈത്തിലെ സാമൂഹിക പ്രവർത്തകർക്ക് പറയാനുള്ളതും മറ്റൊന്നല്ല. നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് വരുന്നതാണ് സെലൂൺ വർക്കാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഹോം നേഴ്സാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. നല്ല വിദ്യാഭ്യാസം ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരുന്നത്. പല ജോലികളും വാഗ്ദാനം. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ആ സമയം മുതൽ അവർ ആ ഏജൻറ്റിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ട് അവിടെ നിന്ന് കൊണ്ട് കച്ചവടം ചെയ്യും. 990 ദിനാറ് 1200 ദിനാറ് എന്ന് പറഞ്ഞിട്ട് ലേലം വിളിച്ചിട്ട് വിൽക്കുമ്പോൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്പോൺസർക്ക്. അത് 6 മാസത്തെ വാറണ്ടിയാണ്. 6 മാസം കൊടുക്കും. 6 മാസം 2 മാസം ഒരു വീട്ടിലെടുക്കും. അവർക്കത് ഇവർ പെർഫെക്റ്റ് അല്ല, കുറച്ച് കളർ നല്ലതല്ല എന്നു തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് ഓഫീസിൽ കൊണ്ടിടും. അപ്പോൾ ആ ഓഫീസുകാരുടെ വകയിലുള്ള ടോർച്ചർ വേറെ, അവരെ ഓഫീസിലുള്ള സ്റ്റാഫിൻ്റെ ടോർച്ചർ വേറെ. പരാതികൾ വ്യാപകം. എന്നിട്ടും മനുഷ്യക്കടത്ത് നിർബാധം തുടരുകയാണ്. വീട്ടുവേലക്കാരികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും കരാറുകൾ ഇല്ലാത്തതല്ല പ്രശ്നം, മറിച്ച് വ്യാജ റിക്രൂട്ട്മെന്റ് ലോബി അതിനെയും അട്ടിമറിക്കുന്നു എന്നതാണ്. അനുഭവങ്ങളിൽ നിന്ന് മലയാളി ഉൾപ്പെടെ പലരും പാഠം പഠിക്കുന്നില്ല. ഇടനിലക്കാരുടെ കെണിയിലേക്ക് തലവെച്ചു കൊടുക്കുകയാണ് ഭൂരിഭാഗവും. കുവൈത്തിലെ സാമൂഹിക പ്രവർത്തകർക്ക് മാത്രം പരിഹരിക്കാൻ സാധിക്കുന്നത്ര ലളിതമല്ല കാര്യങ്ങൾ. ഇത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കേണ്ടതുണ്ട്. 2 രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയെ കൂടിയാണ് മനുഷ്യക്കടത്ത് സംഘങ്ങൾ നിരന്തരം കബളിപ്പിക്കുന്നത്. ഹോം നഴ്സുമാരും അതേപോലെ ഹൗസ് മെയ്ഡുമാരുടെയും വിഷയങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യമായ കാരണം നാട്ടിൽ പ്രളയാനന്തരം ഉണ്ടായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ചാനലുകൾ വഴി ആളുകൾ ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ട് അന്വേഷണങ്ങളില്ലാതെ കടന്നു വരിക. പല തട്ടിപ്പ് കേസുകളിലും മലയാളി ഏജന്റുമാർ തന്നെയാണ് മുന്നിൽ.
ഒരു എഗ്രിമെൻ്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടുകാർ നമുക്ക് 2 കൊല്ലത്തേക്കിന് വിസ അടിച്ചു കഴിഞ്ഞാൽ കമ്മെന്ന് പറയുന്ന സാധനമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവർ പിന്നെ നമ്മളങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ വേറെ വീട്ടിലേക്ക് വരും. കാരണം അവർക്കും പൈസയാണ്, അവരുടെ പൈസ. നമ്മൾ 4 മാസം 5 മാസം അവരുടെ വീട്ടിൽ നിൽക്കുന്നതെന്ന് അവർ കണക്കിൽ കൂട്ടില്ല. അവർക്ക് അവരുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ നമ്മളറിയാതെ നമ്മളിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ ഇന്ത്യൻ എംബസി ഏർപ്പെടുത്തിയ നിബന്ധനകൾ കാരണം വീട്ടുവേലക്കാരികളുടെ റിക്രൂട്ട്മെന്റ് ഏറെക്കുറെ നിലച്ചിരുന്നു. പരാതികളും ഗണ്യമായി കുറഞ്ഞ കാലം. അടുത്തിടെ ഇന്ത്യയും കുവൈത്തും പുതിയ ഗാർഹിക തൊഴിൽ കരാറിൽ ഒപ്പുവെച്ചത് വലിയ നേട്ടമായി. കടലാസിൽ അവകാശങ്ങൾ പലതും എണ്ണിപ്പറയുന്നുണ്ടെന്നത് ശരി തന്നെ. പ്രായോഗിക തലത്തിൽ പക്ഷേ 2 രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥകളെയാണ് സംഘടിത സ്വഭാവത്തിലുള്ള മനുഷ്യക്കടത്ത് സംഘങ്ങൾ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നതും. ഞങ്ങൾക്ക് എത്രയും വേഗം നാട്ടിൽ പോകണം. വീട്ടുകാരും എല്ലാം വിഷമിച്ചിരിക്കും.